ഇന്നത്തേത് ഒരു സോളോ റൈഡാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്കാണ് യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് 3 വഴിയിൽ ഊട്ടിയിൽ പോകാം. ഒന്നാമത്തേത് മൈസൂർ വഴി, രണ്ടാമത്തേത് ചാമരാജനഗർ വഴി, മൂന്നാമത്തേത് മേട്ടുപ്പാളയം വഴി. മേട്ടുപ്പാളയം വഴി ഏതാണ്ടൊരു 300-310 കിലോമീറ്ററോളം ഉണ്ട്. മറ്റ് 2 വഴികളും ഏതാണ്ടൊരു 280 കിലോമീറ്ററോളം ഉണ്ട്. ഞാനേതായാലും ചാമരാജനഗർ വഴി മസനഗുഡിയിൽ കയറി അവിടുന്ന് ഊട്ടിയിൽ പോകാനാണ് പ്ലാൻ. ഒട്ടും ആലോചിക്കാതെയാണ് ഈ ട്രിപ്പിന് ഇറങ്ങി തിരിച്ചത്. സൈക്കാട്രിയിൽ ഞങ്ങളിതിനെ ഇമ്പൾസീവ് ആക്ഷൻസ് എന്നൊക്കെ പറയും. അതായത് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്നതിനാണ് അങ്ങനെ പറയാം. എന്തായാലും 280-290 കിലോമീറ്റർ ഉണ്ട്. വഴിയിൽ വലിയ ട്രാഫിക്കും ഇല്ല. ബുള്ളറ്റ് ഈ അടുത്ത് സർവീസ് ചെയ്താണ്. 100 km/h നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഒരു 6-6.5 മണിക്കൂറിൽ ഈ 280 കിലോമീറ്റർ കവർ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഉദകമണ്ഡലം എന്നും അറിയപ്പെടുന്ന ഊട്ടിയുടെ ചരിത്രം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് മുതലുള്ളതാണ്. 1819 കോയമ്പത്തൂർ ജില്ലയുടെ ചുമതല വഹിച്ചിരുന്ന ജോൺ സല്ലീവൻ എന്ന ബ്രിട്ടീഷ് കളക്ടർ വേട്ടയാടലിനിടയിലാണ് ആദ്യമായി ഊട്ടി കണ്ടെത്തുന്നത്. ആ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ ആകർഷണനായ അദ്ദേഹം അവിടെ ഒരു ബംഗ്ലാവ് പണിയാനും ബ്രിട്ടീഷുകാർക്കൊരു വേനൽക്കാല വിശ്രമ കേന്ദ്രമാക്കാനും തീരുമാനിച്ചു. കാലക്രമേണ കൂടുതൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും ഊട്ടി സന്ദർശിക്കാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ബന്ദിപ്പൂരിലെത്തി. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതലായി കടുവകളെ കാണപ്പെടുന്ന സ്ഥലമാണിത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 150-ലധികം കടുവകൾ ഉണ്ടെന്നാണ് സൂചന. കടുവകൾക്ക് പുറമെ പുലി, മാൻ, ആന, കരടി, 200-ലധികം പക്ഷി ഇനങ്ങൾ എന്നിവയെല്ലാം ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ കാണാവുന്നതാണ്. മൈസൂർ മഹാരാജാവിൻ്റെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ബന്ദിപ്പൂർ ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ കേന്ദ്രമായി മാറി. സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട ഇത് 1974 പ്രോജക്റ്റ് ടൈഗറിൻ്റെ കീഴിൽ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. ഇതേ ടൈഗർ റിസർവിൻ്റെ തമിഴ്നാടിൻ്റെ ഭാഗത്തിനെ മുതുമലൈ ടൈഗർ റിസർവ് എന്നാണ് വിളിക്കുക. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമമാണ് മസനഗുഡി. ഇവിടുന്ന് ഏതാണ്ട് 28 കിലോമീറ്ററോളം ഉണ്ട് ഊട്ടിയിലേക്ക്. ഈ 28 കിലോമീറ്ററും 36 ഹെയർ പിൻ ബെൻഡുകൾ കൂടിയതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹെയർ പിന്ന് കയറി പോകുമ്പോഴും ടെമ്പറേച്ചർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും.
അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ഒരു 20 മിനിറ്റ് മുന്നേ തന്നെ ഊട്ടി ടൗണിലെത്തി. ഇനി ഒരു റൂം കണ്ടുപിടിക്കണം. പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് മുൻകൂട്ടി ബുക്കൊന്നും ചെയ്തില്ല. പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് തന്നെ വെച്ചു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ലാസ്റ്റ് നല്ലൊരു റൂം തന്നെ കിട്ടി. ബൈക്കൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ബാഗൊക്കെ അൺപാക്ക് ചെയ്ത് റൂമിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരുന്നു. നല്ല വ്യൂ ആണ്, നല്ല തണുപ്പും. പുറത്തിറങ്ങിയിട്ട് ഡിന്നർ കഴിക്കുന്നതാണ് അടുത്ത പരിപാടി. ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. നൈറ്റ് സ്കൈ നല്ല ഭംഗിയാണ് ഇവിടെ. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിക്ക് തന്നെ എണീറ്റു. ഒരു ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. സമയം കുറവാണ്, കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്. ആദ്യം സാൻഡിനല്ല ലേക്കിലേക്കാണ് പോകുന്നത്. രാവിലെ ഫ്രീസ് ചെയ്ത് കിടക്കുന്ന ലേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ലേക്കിലേക്ക് പോകുന്ന വഴിക്ക് 1-2 നല്ല ക്യാമ്പിംഗ് സ്പോട്ട്സ് ഉണ്ട്. ക്യാമ്പിങ്ങിനൊന്നും പ്ലാൻ ഇല്ലെങ്കിലും അവിടം വരെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് പൈക്കര ഡാമും പൈക്കര ലേക്കും കാണണം. അവിടുന്ന് പൈൻ ഫോറസ്റ്റും ഷൂട്ടിംഗ് പോയിൻറ്റും, പിന്നെ സമയമുണ്ടെങ്കിൽ ദൊഡ്ഡപേട്ടയിലും. ഇപ്പോൾ കാണുന്നതിനെ സീ സ്മോക്ക് എന്ന് പറയും. എക്സ്ട്രീംലി കോൾഡായിട്ടുള്ള ഒരു എയറിൻ്റെ ലെയർ കമ്പാരിറ്റീവ്ലി വാമറായിട്ടുള്ള വാട്ടറിൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വാമർ എയറിലെ വാട്ടർ വേപ്പർ കണ്ടൻസ് ആയിട്ടാണ് ഈ മഞ്ഞ് പോലെ ഉണ്ടാകുന്നത്. ലേക്കിലേക്ക് പോകുന്ന വഴിയിലാണ് റൈറ്റ് സൈഡിൽ വെയിലൊക്കെയുള്ള നല്ലൊരു സ്പോട്ട് കണ്ടത്. എന്തായാലും നല്ല തണുപ്പാണ്, കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് ഞാനും വിചാരിച്ചു. ആരുടെയും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അവിടെ നിന്നിറങ്ങി നേരെ പൈക്കര ഡാമിലേക്കാണ് പോയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പവർ പ്ലാന്റുകളിൽ ഒന്നായ പൈക്കര സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 60 മെഗാവാട്ടാണ് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. തിരിച്ച് പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് റോഡിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് അതിഥികൾ കയറി വന്നു. പൈൻ ഫോറസ്റ്റിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഊട്ടി മെഡിക്കൽ കോളേജ് കണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു.
എന്തായാലും ഇത്രയും നല്ലൊരു സ്പോട്ടിൽ ഈ കോളേജിൻ്റെ ക്യാമ്പസ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഉള്ളിലോട്ട് കയറി. 40 ഏക്കറോളമുണ്ട് ക്യാമ്പസ്. വളരെ മനോഹരമാണ്. പേഷ്യൻ്റ് ലോഡൊക്കെ കുറവാണെന്ന് തോന്നുന്നു. കാഷ്വാലിറ്റി ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് ആളുകളൊക്കെ കണ്ടു. ഉള്ളിലൊന്നും കയറാൻ പോയില്ല. സമയം കുറവായതുകൊണ്ട് തന്നെ ക്യാമ്പസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടുന്ന് പെട്ടെന്ന് തിരിച്ചിറങ്ങി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ഹോസ്റ്റൽസും അക്കാഡമിക് ബ്ലോക്കും ഒക്കെ. ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. 1908 നിർമ്മിച്ച ഈ റെയിൽവേ ലൈൻ മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള 46 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുന്നു. ചരിത്രപരമായ പ്രാധാന്യവും പൈതൃകവും അംഗീകരിച്ചുകൊണ്ട് നീലഗിരി പർവ്വത റെയിൽവേയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു. 16 തുരങ്കങ്ങളും 250 പാലങ്ങളും ഉൾപ്പെടെ 4.5 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെയിൻ യാത്ര കടന്നു പോകുന്നു. ദൊഡ്ഡപേട്ടയിലേക്ക് പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടിലുള്ളൊരു സ്റ്റേഡിയം കണ്ടു. ഒരു മാച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് കിട്ടി. ദൊഡ്ഡപേട്ടയിലേക്ക് കയറാൻ പോവുകയാണ്. കിഴക്കൻ ഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ദൊഡ്ഡപേട്ടയിൽ നിന്നാൽ നീലഗിരിയുടെ മുഴുവൻ ഭൂപ്രകൃതിയും കാണാൻ സാധിക്കും. അവിടുന്ന് സെയിൻറ്റ് സ്റ്റീഫൻ ചർച്ചിലേക്കാണ് പോയത്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ജോർജ് 4-ാമൻ രാജാവിൻ്റെ ജന്മദിനത്തിലാണ് ആരംഭിച്ചത്. മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ശ്രീരംഗപട്ടണത്തിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് ഭീമാകാരമായ പ്രധാന ബീമും നിർമ്മാണത്തിനുള്ള തടിയും കണ്ടെടുത്തത്. തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു. പോകുന്നതിന് മുന്നേ അവിടുന്ന് തന്നെ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. തിരിച്ച് റൂമിലെത്തി. റൂമിൽ ചെന്ന് ബാഗൊക്കെ ബൈക്കിൽ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാമായി തിരിച്ച് ബാംഗ്ലൂരിലേക്ക്.